ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ്. അതായത് ECT 201 എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിന്റെ 2022 നടന്നിട്ടുള്ള KTU എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 1ന്റെ പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ECT 201 ആണ്. നമുക്ക് എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും അറിയാം. 3 മണിക്കൂറാണ് എക്സാം. പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് ബി ഉണ്ടാവും. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മാർക്ക് വെച്ചിട്ട് 3+3 6 മാർക്സ് ആയിരിക്കും. അതുപോലെ തന്നെ പാർട്ട് ബി ഒരു essay ക്വസ്റ്റ്യൻ ആയിരിക്കും, 14 മാർക്കിന്റെ ആയിരിക്കും. അതിനൊരു ഓർ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇതാണ് ഒരു എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ സൊല്യൂഷൻ ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിന്റെ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ സിലബസ് നോക്കാം. KTU പ്രൊവൈഡ് ചെയ്തിട്ടുള്ള SSDയുടെ ഫസ്റ്റ് മൊഡ്യൂൾ സിലബസ് നോക്കാം. സോ മൊഡ്യൂൾ 1ൽ അവർ പറയുന്ന ടോപ്പിക്സ് വളരെ ബേസിക്സ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഫിസിക്സിന്റെ കുറച്ച് കാര്യങ്ങളും ഏരിയസും ആണ് പറയുന്നത്. അതായത് എലമെന്റൽ ആൻഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ സെമി കണ്ടക്ടറിന്റെ ക്ലാസിഫിക്കേഷൻ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ്, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫെർമി ലെവൽ എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡോപ്പിംഗ് ആൻഡ് എനർജി ബാൻഡ് ഡയഗ്രാം, അതായത് ഡിഫറെന്റ് കേസിൽ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് കേസിലൊക്കെ എനർജി ബാൻഡ് ഡയഗ്രാം. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ, അതായത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ഹോൾ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ലോ ഓഫ് മാസ് ആക്ഷൻ N/P = NI² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ എക്സസ് കാരിയേഴ്സ്, അതായത് എക്സസ് കാരിയേഴ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന്റെ ജനറേഷൻ, അതുപോലെ തന്നെ റീകോമ്പിനേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ മെക്കാനിസംസ് ഏതൊക്കെയാണ് ഡിഫറെന്റ്, അതുപോലെ തന്നെ കോസി ഫെർമി ലെവൽ. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് മൊഡ്യൂൾ 1ൽ മെയിൻ ആയിട്ടും വരുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിലെ മൊഡ്യൂൾ 1. സോ പാർട്ട് എ ക്വസ്റ്റ്യൻസ്. സോ 2 ക്വസ്റ്റ്യൻസ് പാർട്ട് എ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ സെമി കണ്ടക്ടർ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പാർട്ട് എയിലുണ്ട്. ഡ്രോ ദി എനർജി ബാൻഡ് ഡയഗ്രാംസ് അണ്ടർ ഇക്വിലിബ്രിയം ഫോർ ഇൻട്രിൻസിക്, N-type, P-type സെമി കണ്ടക്ടർ. ഈ 3 കേസിൽ, ഇൻട്രിൻസിക്കിന്റെ കേസിൽ, N-typeന്റെ കേസിൽ, P-typeന്റെ കേസിൽ, ഈ 3 കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ്. സോ 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എന്താന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ F(E). അതായത് നമുക്കറിയാം വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. സോ വാലൻസ് ബാൻഡിൽ ബൗണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിൽ എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തും. വാലൻസ് ബാൻഡിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഹോള് ക്രിയേറ്റ് ചെയ്യും. സോ ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് ശരിക്കും ഈ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ F(E) മീൻസ് ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി to find an electron in an energy level E. അതൊരു പർട്ടിക്കുലർ എനർജി ലെവൽ E എന്ന് പറയുന്ന എനർജി ലെവലിൽ ഇലക്ട്രോണിനെ കാണാൻ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട്, അതാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. സോ നമ്മൾ എക്സാം എഴുതുമ്പോൾ ആ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതണം. സോ F(E) എന്ന് പറയുന്നതാണ് നമ്മുടെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. It specify under equilibrium conditions the probability, ഞാൻ ആൾറെഡി പറഞ്ഞു, probability that an available state at an energy E will be occupied by an electron. ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാൻ എത്രത്തോളം E എന്ന് പറയുന്ന എനർജി ലെവലിൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാൻ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട്, അതാണ് എന്ത്, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. നമ്മൾ പ്രോബബിലിറ്റിയാണ് പറയാം. അതായത് F(E)യുടെ വാല്യൂ 0 ആവാം, അല്ലെങ്കിൽ മാക്സിമം എത്രയാവാം, 1 ആവാം. ഈ 0 to 1ന്റെ ഇടയിലായിരിക്കും F(E)യുടെ വാല്യൂ. സോ മാത്തമാറ്റിക്കലി F(E) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1+, ഇതാണ് അതിന്റെ ഫോർമുല, 1/1+ e⁻e(f/kt). അപ്പൊ നിങ്ങൾ ഈ ഒരു ഫോർമുല എഴുതി വെക്കുക. ഓക്കെ,
1/1+e⁻ അപ്പൊ ഇ എന്ന് പറയുന്ന എനർജി ലെവലിലാണ് ഇലക്ട്രോണിനെ നമുക്ക് എത്രത്തോളം പ്രോബബിലിറ്റി ഉള്ളത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. EF എന്ന് പറഞ്ഞാൽ ഫെർമി ലെവലാണ്, കെ എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ഓരോ ടേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. EF എന്ന് പറഞ്ഞാൽ ഫെർമി ലെവൽ, അതുപോലെ തന്നെ കെ എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ എഴുതുന്നു, ആ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താന്ന് പറയുന്നു, ഓരോ ടേംസും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, 3 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ദി എനർജി ബാൻഡ് ഡയഗ്രാം അണ്ടർ 3 കേസ്: ഇൻട്രിൻസിക്കിന്റെ കേസ്, എൻ ടൈപ്പിന്റെ കേസ്, പി ടൈപ്പിന്റെ കേസ്. സോ നമ്മൾ ആ എനർജി ബാൻഡ് ഡയഗ്രത്തിലേക്ക് പോവാണ്. സോ നമുക്ക് അറിയാം, ഒരു സെമി കണ്ടക്ടറിന്റെ കേസിൽ 2 ബാൻഡ് ആണുള്ളത്. ബാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ബാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു എനർജി ബാൻഡിനെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നു. അതിന് തൊട്ട് മുകളിലുള്ള ബാൻഡാണ് എന്ത്, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും നമ്മൾ ആ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയാം, എനർജി ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, സോ ഫെർമി ലെവൽ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക്, ഈ ഒരു എനർജിക്ക് ഇടയ്ക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഫെർമി ലെവൽ ലൈസ് ഇൻ ദി മിഡിൽ ഓഫ് ദി എനർജി ഗ്യാപ്പ്. എനർജി ഗ്യാപ്പിന്റെ നടുവിലായിട്ടാണ് എന്ത് വരിക, ഫെർമി ലെവൽ വരിക. ദാറ്റ് ഈസ് EFI, ഫെർമി ലെവൽ ഇൻ കേസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇതാണ് നമ്മുടെ EC, കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവല്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് എനർജി ലെവൽ EV. EC മൈനസ് EV ആണ് EG. സോ ഈ ഒരു ഗ്യാപ്പിന്റെ എക്സാക്ട് മിഡിലായിരിക്കും ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്ത് വരുന്നത്, ഫെർമി ലെവല് വരുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എൻ ടൈപ്പിന്റെയും പി ടൈപ്പിന്റെയും കേസിലാണ് ഫെർമി ലെവൽ എവിടെയാന്നുള്ളതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യണം, എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കണം. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഡോണർ ആറ്റംസ് ആണ് ആഡ് ചെയ്യുന്നത്. സോ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യും. സോ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ കൂടുതലായിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നത് ഏത് ബാൻഡിലായിരിക്കും, കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും. സോ ഇവിടെ ഫെർമി ലെവൽ വിൽ ഷിഫ്റ്റ് അപ്വേർഡ്. അതായത് നമ്മുടെ ഇൻട്രിൻസിക്കിന്റെ കേസിൽ മിഡിലായിരുന്നു, ഇവിടെ ഫെർമി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയറർ ടു കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്താണ് നമ്മുടെ ഫെർമി ലെവല് വരുന്നത്. ഓക്കെ, സോ ഫെർമി ലെവൽ ഏകദേശം നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ടടുത്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ വരുന്നത്. ഇനി പി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. സോ നമ്മൾ ആക്സെപ്റ്റർ ആറ്റംസ് ആണ് ആഡ് ചെയ്യുക. സോ അത് ഇലക്ട്രോൺസിന്റെ ഡെഫിഷ്യൻസി ഉള്ളതാണ്. സോ ഇലക്ട്രോൺസിന് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഹോൾസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വാലൻസ് ബാൻഡിലാണ് ഹോൾസ് ഒക്യുപ്പൈ ചെയ്യുക. സോ ഫെർമി ലെവൽ മൂവ്സ് ടുവേർഡ്സ് ദി വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമി ലെവൽ വാലൻസ് ബാൻഡിന്റെ അടുത്തായിരിക്കും ഏതിന്റെ കേസിൽ, പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ. സോ ഇൻട്രിൻസിക്കിന്റെ കേസിൽ നേരെ മിഡില്, എൻ ടൈപ്പിന്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്ത്, പി ടൈപ്പിന്റെ കേസിൽ വാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ വാലൻസ് ബാൻഡിന്റെ അടുത്ത്. സോ ഈ 3 ഡയഗ്രാം ആണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ടും വരയ്ക്കേണ്ടത്. സോ ഇത്രയാണ് നമ്മുടെ പാർട്ട് എ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് പാർട്ട് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇനി പാർട്ട് ബി എന്നുള്ള എസ്എ ക്വസ്റ്റ്യൻ നോക്കാം. സോ പാർട്ട് ബിന്ന് 2 ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. അതായത് 8 + 6 ടോട്ടൽ 14 മാർക്കാണ് വരുന്നത്. സോ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ N0 ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ P0 അറ്റ് ഇക്വിലിബ്രിയം. അതായത് ഒരു സെമി കണ്ടക്ടർ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഉള്ള ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ഫ്രീ ഹോൾ കോൺസെൻട്രേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെറിവേഷൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചേക്കുന്നത്. ഒരു സെമി കണ്ടക്ടർ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. അതായത് ഹോൾ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ എത്രയാണ്, അതിന് ഡോണർ തന്നിട്ടുണ്ട്. സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആൻഡ് ഫ്രീ ഹോൾ കോൺസെൻട്രേഷൻ. ഓക്കെ, സോ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. സോ
അതിൽ ഫസ്റ്റ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണ്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദി ടേം എൻ നോട്ട്. എൻ നോട്ട് എന്ന് പറയുന്നതാണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണ്. സോ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് ഏത് ബാൻഡിലാണ്? കണ്ടക്ഷൻ ബാൻഡിലാണ്. സോ കണ്ടക്ഷൻ ബാൻഡിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതാണ് ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. സോ നമുക്കറിയാം ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് ആയാലും വാലൻസ് ബാൻഡ് ആയാലും ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് എനർജി. സോ ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിചാരിക്കുക. സോ ഇതൊരു റേഞ്ച് ഓഫ് എനർജിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എനർജി ലെവൽസ് ഉണ്ട്. സോ ഇതിന്റെ മിനിമം കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ ശരിക്കും എത്രയാണ്? ഈസി ആണ്. ഇതിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എനർജി എന്ത് പറയാം? ഇൻഫിനിറ്റി എന്ന് പറയാം. അതായത് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈസി തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എനർജി റേഞ്ച് ആണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൽ. സോ ആ ഒരു റേഞ്ചിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എൻ നോട്ട് എന്ന് പറയുന്നു. സോ നമ്മൾ എൻ നോട്ട് കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എവിടുന്ന് എങ്ങോട്ടാ? ഈസി തൊട്ട് ഇൻഫിനിറ്റി വരെ. സോ അതുകൊണ്ടാണ് ഇന്റഗ്രലിന്റെ ലോവർ ലിമിറ്റ് ഈസി ആയത്, അപ്പർ ലിമിറ്റ് എന്തായത്? ഇൻഫിനിറ്റി ആയത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമുക്ക് ആകെയുള്ളൊരു ഡാറ്റ എന്ന് പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബബിലിറ്റിയാണ് പറയുന്നത്. ഓരോ എനർജി ലെവലിലും ഇലക്ട്രോൺസിന് എത്രത്തോളം കാണാൻ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ FE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന എനർജി ലെവലിൽ ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. ഓക്കെ, സോ ഈസി ടു ഇൻഫിനിറ്റി ആണ് നമ്മുടെ ലിമിറ്റ്. FE എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഈ ഒരു റേഞ്ചിലുള്ള ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ദിസ് എനർജി ചെറിയൊരു ഫ്രാക്ഷൻ നമ്മൾ എടുത്തു, എന്നിട്ട് അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിട്ട് എനിക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് N0 is equal to, ഞാൻ ഈ ഇലക്ട്രോൺസിനെ എല്ലാം, ഈ ഒരു ബാൻഡിലുള്ള ഫുൾ ഇലക്ട്രോൺസിനെ എല്ലാം ഞാൻ EC എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതായത് ഇതിലുള്ള ഫുൾ ഇലക്ട്രോൺസിനെ ഞാൻ EC എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ പ്ലേസ് ചെയ്യുന്നതായിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, സോ ആ ECയിലുള്ള ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് f of EC ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് അറ്റ് ദിസ് EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് NC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രേഷൻ ചെയ്ത് നമ്മളെല്ലാം കൂടെ ആഡപ്പ് ചെയ്ത് പോകുന്നതിന് പകരം എല്ലാ ഇലക്ട്രോൺസിനെയും EC എന്ന് പറയുന്ന ഒരു എനർജി ലെവലിലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇൻറ്റു എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് അറ്റ് ദിസ് EC, ദാറ്റ് ഈസ് NC. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദാറ്റ് ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. നമുക്ക് ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ നമുക്ക് f of EC ഇൻറ്റു NC. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? f of EC കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളെടുത്ത് f of E ഉണ്ട്, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മളെടുത്തിട്ടുണ്ട്. f of E നമുക്കറിയാം 1/1 പ്ലസ് e റേസ് ടു E മൈനസ് EF/kT ആണ്. അപ്പൊ നമുക്ക് f of EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് EC ഇൻ ടേംസ് ഓഫ് E. അപ്പൊ എന്ത് വരും? f of EC 1/1 പ്ലസ് e raised to EC minus EF/kT വരും. 1/1 plus e raised to EC minus EF/kT. Okay, so this is approximately equal to, ഞാൻ ഈ മൊത്തം ഡിനോമിനേറ്റർ ടേം 1 പ്ലസ് ഈ ഒരു ടേം, അപ്പോൾ EC മൈനസ് EF എന്തായാലും എന്താണ്? പോസിറ്റീവ് ആണ്. കാരണം ബിക്കോസ് EC ഈസ് ഗ്രേറ്റർ ദാൻ EF ആണ്. അതുകൊണ്ട് ഈ എക്സ്പോണൻഷ്യൽ ടേം ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഐ ക്യാൻ നെഗ്ലക്ട് ദിസ് 1. ഈ 1 പ്ലസ് എന്നുള്ള ടേം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1 എന്നുള്ള ടേമിന്റെ കൂടെ ആഡ് ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ 1 ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടേം മാത്രം ഡിനോമിനേറ്റർ വരും. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് എക്സ്പോണൻഷ്യൽ ആയിരുന്നു, മുകളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ ആവും. സോ എന്ത് വരും? e raised to minus of EC minus EF/kT എന്ന് വരും. സോ ഇതാണ് ഏതിന്റെ ഇക്വേഷൻ? f of ECയുടെ എക്സ്പ്രഷൻ. സോ f of ECനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ N0 കിട്ടും? NC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ N0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ f of EC. സോ ദിസ് ഈസ് f of EC. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. അതിനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്? NC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിന്ന് എനിക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ EC മൈനസ് EF എനിക്ക് ഇന്ന് കണ്ടുപിടിക്കാം. സോ EC മൈനസ് EF സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് ടേം. ഓക്കെ, സോ ലോഗരിതം എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഈ ഒരു ടേം നമുക്ക് കിട്ടും. സോ നമ്മുടെ ഉദ്ദേശം അതല്ല,
നമുക്ക് ഉദ്ദേശം എന്താണ്, എൻ നോട്ടിന്റെ ഫൈനൽ എക്സ്പ്രഷനിലേക്ക് എത്തണം. സോ ഇവിടെ ഒരു എൻ സി എന്ന് പറഞ്ഞൊരു ടേം കിടക്കുന്നുണ്ട്. സോ എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്. എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല 2 ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ് 2 പൈ mn സ്റ്റാർ KT by h സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ആണ്. സോ ഇതാണ് എൻ സി. സോ ഇതിൽ mn സ്റ്റാർ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് മാസ് ആണ്, ഇലക്ട്രോൺസിന്റെ കേസിലുള്ള എഫക്റ്റീവ് മാസ് ആണ്. K ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഇതാണ് എൻ സി. സോ ഈ എൻ സി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഫോർ എൻ നോട്ട്. നമുക്ക് എൻ നോട്ടിന് എന്ത് കിട്ടും? സോ എൻ നോട്ട് ഇസ് ഈക്വൽ ടു എൻ സിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എന്ത് വരും? 2 ഇൻറ്റു 2 പൈ mn സ്റ്റാർ KT by h സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഇതാണ് നമ്മുടെ എൻ സി. എൻ സിയുടെ കൂടെ ഏത് ടേം കൂടെ ഉണ്ട്? ഇ റൈസ് ടു മൈനസ് ഓഫ് ഇ സി മൈനസ് ഇ എഫ് ബൈ ഇ സി മൈനസ് ഇ എഫ് ബൈ കെ ടി. ഇ സി മൈനസ് ഇ എഫ് ബൈ കെ ടി. സോ ഇതാണ് എൻ നോട്ടിനുള്ള എക്സ്പ്രഷൻ. സോ നമ്മൾ ഫസ്റ്റ് എ ക്വസ്റ്റ്യനിലെ ഒരു ടേം കണ്ടുപിടിച്ചു, ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ഇതുപോലെ ഏത് കൂടെ കണ്ടുപിടിക്കണം? ഹോൾ കോൺസെൻട്രേഷൻ കൂടെ കണ്ടുപിടിക്കണം. സോ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി നോട്ട് ആണ് ഹോൾ കോൺസെൻട്രേഷൻ. സോ ഹോൾ കോൺസെൻട്രേഷൻ നമ്മൾ എവിടെ കാൽക്കുലേറ്റ് ചെയ്യുക? ഹോൾസ് എവിടെയുള്ളത്? വാലൻസ് ബാൻഡിൽ. ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ വാലൻസ് ബാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹോള്. അപ്പോൾ ഹോൾ കോൺസെൻട്രേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാലൻസ് ബാൻഡിലാണ്. സോ അത് ശരിക്കും എന്ത് ചെയ്താൽ മതി? എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദി വാലൻസ് ബാൻഡ്, അല്ലെങ്കിൽ നമ്മൾ അതിന് ഇതേപോലെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്താൽ മതി. അതിന് പകരം നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ, നേരത്തെ ഇവിടെ എന്താ ചെയ്ത്, നമ്മൾ എഫ് ഓഫ് ഇ സി ഇൻറ്റു എൻ സി ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്താൽ മതി? എൻ വി ഇൻറ്റു. അപ്പൊ നമുക്ക് ഹോളിന്റെ കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പൊ ഹോളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 മൈനസ് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് 1 മൈനസ് എഫ് ഓഫ് ഇ. ഓക്കെ, എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് ബാൻഡ് ആണ്. സോ ഇ വി ആണ് വരുന്നത്, എഫ് ഓഫ് ഇ വി, അതായത് ബാലൻസ് ബാൻഡ് എനർജി ലെവലാണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് 1 മൈനസ് എഫ് ഓഫ് ഇ വി കണ്ടുപിടിക്കാം. സോ 1 മൈനസ് എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? 1 by 1 plus e raised to minus of EF minus EF by KT. So this simplify ചെയ്ത് കഴിഞ്ഞാൽ we will get this term. Simplify ചെയ്ത് കഴിഞ്ഞാൽ we will get this term. So f of e യുടെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. 1 by 1 plus EC minus ഈ ഒരു ടേം E minus EF by KT എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കവിടെ ഇക്ക് ഇ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആണ്. സോ 1 by 1 plus e raised to EV minus EF by KT. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേം കിട്ടും. ഓക്കെ, സോ e raised to മൈനസ് ഓഫ് EF minus EV by KT. സോ 1 മൈനസ് എഫ് ഓഫ് ഇ വി കിട്ടി. ഇനി അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എൻ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എൻ വി ഇൻറ്റു ഈ ടേം. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇ എഫ് മൈനസ് ഇ വി നമുക്ക് കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് പി നോട്ടിന്റെ ഫൈനൽ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. അതിന് എൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദി വാലൻസ് ബാൻഡ് ആണ് എൻ വി. എൻ വി ഈസ് 2 ഇൻറ്റു 2 പൈ എം പി സ്റ്റാർ കെ ടി ബൈ എച്ച് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. നമ്മൾ എൻ സി പറഞ്ഞ പോലെ തന്നെയാണ് എൻ വി. വ്യത്യാസം എം എൻ സ്റ്റാറിന് വരെ എന്താണ്? എം പി സ്റ്റാർ ആയെന്നുള്ളൂ. അപ്പൊ നമുക്ക് പി നോട്ട് കണ്ടുപിടിക്കണം. സോ പി നോട്ട് ഇസ് ഈക്വൽ ടു ഫ്രീ ഹോൾ കോൺസെൻട്രേഷൻ. പി നോട്ട് ഇസ് ഈക്വൽ ടു ദിസ് എൻ വി ഇൻറ്റു ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 പൈ എം പി സ്റ്റാർ കെ ടി ബൈ എച്ച് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. അതാണ് എൻ വി. എൻ വിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ എഫ് മൈനസ് ഇ വി ബൈ കെ ടി.
സോ ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദി ഫ്രീ ഹോൾ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട രണ്ടാമത്തെ ടേം. അപ്പൊ രണ്ട് നമ്മൾ ഡിറൈവ് ചെയ്തു. ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഡിറൈവ് ചെയ്തു, ഫ്രീ ഹോൾ കോൺസെൻട്രേഷൻ. ഇതാണ് ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ഫ്രീ ഹോൾ കോൺസെൻട്രേഷൻ നമ്മൾ നേരത്തെ ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യനിലേക്ക് പോവാൻ കുറച്ച് ഡാറ്റ അവർ തന്നിട്ടുണ്ട്. ഫോർ എ സിലിക്കൺ സാമ്പിൾ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ഫോർ എ സിലിക്കൺ സാമ്പിൾ, സിലിക്കൺ ആണ് മെറ്റീരിയൽ, അറ്റ് 300 കെൽവിൻ, റൂം ടെമ്പറേച്ചർ ആണ് 300 കെൽവിൻ. ഇക്വിലിബ്രിയം ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ P0 ആണ് ഹോൾ കോൺസെൻട്രേഷൻ. അത് എത്രയാണ്? 4 × 10⁻12. സോ ഹോൾ കോൺസെൻട്രേഷൻ 4 × 10⁻12 ആണ്. ഡിറ്റർമൈൻ ഇക്വിലിബ്രിയം ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, അതായത് N0 എന്ത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. N0 എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ P0 തന്നിട്ടുണ്ട്. അസ്യൂം Ni ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ ഫോർ സിലിക്കൺ ഈസ് 1.5 × 10⁻10 cm³. Niയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഏതാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ N0 ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് P0 ആണ്. സോ P0ന്റെ വാല്യൂ ഞാൻ ആദ്യം എഴുതാണ്. P0 ഈസ് 4 × 10⁻12. P0 ഈസ് 4 × 10⁻12. ഓക്കെ, ദെൻ Ni നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 1.5 × 10⁻10 ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 1.5 × 10⁻10. അപ്പൊ നമ്മളിവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N0 ആണ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് N0 കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു 3 ടേം വരുന്ന ഇക്വേഷൻ ഏതാ? മാസ് ആക്ഷൻ ലോ ഓഫ് മാസ് ആക്ഷൻ. സോ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? N0 × P0 is equal to Ni² ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? N0 കണ്ടുപിടിക്കാം. സോ വി വിൽ ഗെറ്റ് N0 is equal to എന്ത് വരും? Ni² by P0. അപ്പൊ Niയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 1.5 × 10⁻10. അപ്പൊ അതിന്റെ സ്ക്വയർ 1.5 × 10⁻10² by P0, 4 × 10⁻12. സോ 4 × 10⁻12 ഇപ്പൊ എന്ത് വരും? 2.25 × 10⁻20 by 4 × 10⁻12. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10⁻8 വരും. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് N0 നമുക്ക് എന്ത് കിട്ടും? ഓൺ സിംപ്ലിഫിക്കേഷൻ വി വിൽ ഗെറ്റ് N0 ആസ് 5.62 × 10⁻7. 5.62 × 10⁻7. ഇതാണ് ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, N0 ആയി, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചേക്കുന്നത് Na. ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചേക്കുന്നത് Na എത്രയാന്നുള്ളത്. ഇഫ് ദ ഡോണർ കോൺസെൻട്രേഷൻ ഈസ് 10⁻12. ഡോണർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ND. ഡോണർ കോൺസെൻട്രേഷൻ ഈസ് 10⁻12. ഡോണർ കോൺസെൻട്രേഷൻ 10⁻12 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ തന്ന ഡാറ്റ എഴുതുകയാണ്. ഡോണർ കോൺസെൻട്രേഷൻ ഈസ് 10⁻12. സോ ഡോണർ കോൺസെൻട്രേഷൻ ഈസ് 10⁻12. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം? സ്പേസ് ചാർജ് ന്യൂട്രാലിറ്റി യൂസ് ചെയ്യാം. ഓക്കെ, സ്പേസ് ചാർജ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. സോ സ്പേസ് ചാർജ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ടോട്ടൽ പോസിറ്റീവ് ചാർജ് is equal to ടോട്ടൽ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ളത്? ഹോൾ വരുന്നുണ്ട്. സോ P0, പിന്നെ ഏതാ? ഡോണർ ആണ്, പിന്നെ പോസിറ്റീവ് ആയിട്ട് വരുന്നത്. സോ P0 + ND അല്ലെങ്കിൽ ND+ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്.
ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് വരുന്നത്, പിന്നെ ആക്സെപ്റ്റർ ആണ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആവുന്നത്. സോ പ്ലസ് NA അല്ലെങ്കിൽ NA മൈനസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? NA ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫ്രം ദിസ് NA ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് എന്തെടുക്കാം? NA ഈസ് ഈക്വൽ ടു P0 പ്ലസ് ND മൈനസ് N0. അപ്പൊ നമുക്ക് P0 എത്ര എന്നുള്ളത് നോക്കാം. 4 × 10⁻12 ദാറ്റ് ഈസ് 4 × 10⁻12 പ്ലസ് ND ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 10⁻12. സോ 10⁻12 മൈനസ് N0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5.62 × 10⁻2 5.62 × 10⁻7 5.62 × 10⁻7 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻസർ. നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 × 10⁻12 മൈനസ് 5.62 × 10⁻7. സോ NA നമുക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് 5 × 10⁻12 ആണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്നത്. കാരണം ഈ 10⁻12 ആണ് പവർ, ഇവിടെ 7 ആണ്. സോ ഇതാണ് ഡോമിനേറ്റിംഗ്. സോ അപ്രോക്സിമേറ്റ്ലി 5 × 10⁻12 ആണ്. ഓക്കെ, സോ നമ്മൾ ബി ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സെക്ഷൻ ചെയ്തു. ഇതാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷൻ, അതും നമ്മൾ ചെയ്തു. ഓക്കെ, സോ A B രണ്ടും കൂടെ ചേർത്ത് നമുക്ക് 14 മാർക്ക്, A ക്വസ്റ്റിന് 8 മാർക്ക്, B ക്വസ്റ്റിന് 6 മാർക്ക്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ആയിട്ട് ചെയ്യാം. സോ പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് A സെക്ഷൻ വരുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റീകോമ്പിനേഷൻ മെക്കാനിസം, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റീകോമ്പിനേഷൻ മെക്കാനിസം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. അങ്ങനെ 7 + 7 ടോട്ടൽ 14 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ A ക്വസ്റ്റ്യൻ നോക്കാം. റീകോമ്പിനേഷൻ മെക്കാനിസം ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫസ്റ്റ് റീകോമ്പിനേഷൻ എന്താണെന്നുള്ളത് ആൻസർ ചെയ്യണം. അപ്പൊ നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എനർജി ബാൻഡ് ഡയഗ്രാം പഠിച്ചു. നമുക്കറിയാം വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുക. അപ്പോൾ വാലൻസ് ബാൻഡിൽ ബൗണ്ടഡ് ഇലക്ട്രോൺസ് ആണുള്ളത്, കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തും. കണ്ടക്ഷൻ ബാൻഡിൽ അത് കുറച്ച് ടൈം സ്റ്റേ ചെയ്യും. അതിന് ശേഷം അത് തിരിച്ചങ്ങോട്ട് വരും, വാലൻസ് ബാൻഡിലേക്ക് വരും. അപ്പോൾ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ എത്തി. ഇനി കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് തിരിച്ച് വാലൻസ് ബാൻഡിലേക്ക് വരുന്നു. അതാണ് ആക്ച്വലി എന്ത്? റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്നത് തിരിച്ച് റീകമ്പൈൻ ചെയ്യും. അതായത് ഇലക്ട്രോൺ ഹോൾ പെയർസിന്റെ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിലെ ഫ്രീ ഇലക്ട്രോൺ തിരിച്ച് വാലൻസ് ബാൻഡിൽ എത്തി ഹോളിന്റെ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ആ ഹോൾ എലിമിനേറ്റ് ആയി പോവും. അതിനെയാണ് റീകോമ്പിനേഷൻ എന്ന് പറയുക. അപ്പം നിങ്ങൾ റീകോമ്പിനേഷൻ എന്താണെന്നുള്ളത് എഴുതുക. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പാണുള്ളത്. റേഡിയേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷനും ഉണ്ട്. സോ ദർ ആർ മെയിൻലി 2 ടൈപ്സ്. അതിൽ നോൺ റേഡിയേറ്റീവിന്റെ അണ്ടറിൽ വരുന്നതാണ് 3 ടൈപ്പ്. ഓഗർ റീകോമ്പിനേഷൻ, റീകോമ്പിനേഷൻ ത്രൂ ഡിഫെക്ട്സ്, സർഫസ് റീകോമ്പിനേഷൻ. അപ്പം ആ ഒരു സ്പ്ലിറ്റപ്പ് ചെയ്ത റീകോമ്പിനേഷൻ is mainly divided into radiative recombination and non-radiative recombination എന്ന് എഴുതുക. Non-radiative recombination is divided into 3 types: Auger recombination, recombination through defects, surface recombination. ഓക്കെ, ഇനി ഇത് എന്താണെന്നുള്ളതും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ. റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കണ്ടക്ഷൻ ബാൻഡിൽ നിന്നുള്ള ഇലക്ട്രോൺസ് തിരിച്ച് വാലൻസ് ബാൻഡിലേക്ക് വരുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. എത്ര എനർജി സ്വീകരിച്ചിട്ടാണോ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയത് അത്രയും എനർജി എന്താണ്? അത് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യണ എനർജി ഈസ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ, റേഡിയേഷൻ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ. ഓക്കെ, സോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ occurs when an electron from the conduction band recombines with the hole in the valence band. As a result, electron hole recombination, a photon is emitted. അവിടെ നമുക്ക് ലൈറ്റ് വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് ഫോർമാറ്റിലാണ്, റേഡിയേഷൻ ആയിട്ടാണ് വരുന്നത്.
So radiative transition of the electron from conduction band to valence band, സോ അതിൽ സ്പോണ്ടേനിയസ് എമിഷൻ അങ്ങനത്തെ പ്രോസസ്സൊക്കെ വഴി നമുക്ക് അവിടുന്ന് ലൈറ്റ് ആണ് കിട്ടുക. അത് നമ്മളെ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ലൈക്ക് ഗാലിയം ആർസനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, ഇതൊക്കെ നമ്മൾ മെയിൻലി ഏതാണ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ആണ്. നമ്മൾ LED-യിലൊക്കെ പഠിക്കുന്ന ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, നമുക്ക് അവിടെ ലൈറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ആണ് നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ. നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടല്ല മീൻസ് എനർജി റിലീസ് ചെയ്യുന്നത്, സം അതർ ഫോമിലാണ് എനർജി റിലീസ് ചെയ്യുന്നത്. സോ ഇതാണ് നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ. ഓക്കെ, സോ the electron hole recombination takes place non-radiatively. ഓക്കെ, അത് മെയിൻലി 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓഗർ റീകോമ്പിനേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഓഗർ റീകോമ്പിനേഷൻ എന്ന് എഴുതുക, അതൊന്ന് 1-2 പോയിന്റ്സ് എഴുതുക. സോ ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലേക്ക് വരുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. സോ ഇൻ ഓഗർ റീകോമ്പിനേഷൻ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് റീകോമ്പിനേഷൻ ഈസ് ട്രാൻസ്ഫേർഡ്, വേറെ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാണ്. എന്തിനാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ടു എക്സൈറ്റ് അനദർ ഇലക്ട്രോൺ ഇൻ ദ സെയിം ബാൻഡ് ടു ഹയർ എനർജി ലെവൽ. അത് വേറൊരു ഇലക്ട്രോണിന് വേണ്ടിയിട്ട് ആ ഒരു എനർജി എന്ത് ചെയ്യാണ്, അതിനെ എക്സൈറ്റ് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ദ എക്സൈറ്റഡ് ഇലക്ട്രോൺ അച്ചീവ്സ് തെർമൽ ഇക്വിലിബ്രിയം ബൈ ഡിസിപ്പേറ്റിംഗ് ദ എനർജി ടു ലാറ്റൈസ് വൈബ്രേഷൻസ് ഓർ ഫോനോൺസ്. അതായത് റിലീസ് ചെയ്യുന്ന എനർജി അനദർ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. ആ രീതിയിലാണ് എനർജി റിലീസ് എങ്കിൽ, അപ്പോൾ അത് നമ്മുടെ ലാറ്റൈസ് വൈബ്രേഷൻസിനൊക്കെ റീസൺ ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇലക്ട്രോൺ ഹോൾ പെയർസ് വേറെ ജനറേറ്റ് ചെയ്യുന്നു, അത് തിരിച്ചു വരുന്നു. ഈ രീതിയിലാണ് ഓഗർ റീകോമ്പിനേഷൻ വരുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ആണ് റീകോമ്പിനേഷൻ ത്രൂ ഡിഫെക്ട്സ്. റീകോമ്പിനേഷൻ ത്രൂ ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റൈസിൽ കുറച്ച് ഡിഫെക്ട്സ് ഫോം ചെയ്യാണ്. സോ ഇറ്റ്സ് ആക്ച്വലി എ 2-step പ്രോസസ്. ഒരു 2-step പ്രോസസ് ആണത്. വേർ ഇലക്ട്രോൺസ് റീകമ്പൈൻസ് വിത്ത് ഹോൾസ് ത്രൂ ഡിഫക്റ്റ് എനർജി ലെവൽസ് ഇൻ ദി ബാൻഡ് ഗ്യാപ്പ്. അതായത് കുറച്ച് ഡിഫക്റ്റ് എനർജി ലെവൽസ് നമ്മൾ ഇന്റൻഷനലി അല്ലെങ്കിൽ നോൺ ഇന്റൻഷനലി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ഡിഫക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് ഒന്നുകിൽ ഇന്റൻഷനലി ആവാം അല്ലെങ്കിൽ അൺഇന്റൻഷനലി ആവാം. സോ ഡിഫക്ട്സ് ഫോർബിഡൻ എനർജി ഗ്യാപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ an electron gets trapped by the energy state in that region. Electrons get trapped in that defects. So if a hole occurs the same energy state before the electrons gets re-emitted, ഇലക്ട്രോൺ പോകുന്നതിന് മുന്നേ ഹോളും കൂടെ ആ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ്. ഇതാണ് ആക്ച്വലി എന്ത് റീകോമ്പിനേഷൻ ത്രൂ ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ 2-step പ്രോസസ് ആണ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതുക, ബാക്കി ജസ്റ്റ് ഒന്ന് നോട്ട്സ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. Then the third type of non-radiative recombination ആണ് സർഫസ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സർഫസ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ലെവലിൽ വെച്ചിട്ട് സോ ഡാംഗ്ലിംഗ് ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് ആർ എക്സ്പോസ്ഡ് ടു ദി ആംബിയൻ. സച്ച് എക്സ്പോസ്ഡ് സർഫസ് അബ്സോർബ്, അതായത് സർഫസ് ലെവലിൽ എന്തിനെ അബ്സോർബ് ചെയ്യാണ്? ഇമ്പ്യൂരിറ്റീസിനെ അബ്സോർബ് ചെയ്യാണ് ഫ്രം ദി ആംബിയൻ ആൻഡ് ബിക്കം ലോക്കലൈസ്ഡ് സെന്റേഴ്സ് ഓഫ് ഡിഫെക്ട്സ്. അതായത് ഇമ്പ്യൂരിറ്റീസിനെ അബ്സോർബ് ചെയ്ത് അവിടെ ഒരു ലോക്കലൈസ്ഡ് സെന്റർ, അതായത് ഡിഫെക്ട് സെന്റർ ക്രിയേറ്റ് ചെയ്യണം. സോ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഡിഫെക്ട്സ് ഇൻ ദ സർഫസ് ഇൻക്രീസസ് ദി പ്രോബബിലിറ്റി ഓഫ് നോൺ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ. ഓക്കെ, സോ ഇതാണ് സർഫസ് റീകോമ്പിനേഷൻ വരിക എന്നതിൽ നിങ്ങൾ ബ്രീഫായിട്ട് എഴുതേണ്ട കാര്യം. ബാക്കി പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, തമ്മിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് എ ക്വസ്റ്റ്യൻ വരുന്നത് റീകോമ്പിനേഷൻ. ബി ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. സോ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ സിലിക്കൺ സാമ്പിൾ ഡോപ്ഡ് വിത്ത് 10⁻16 per cm³ ഡോണേഴ്സ്. സിലിക്കൺ സാമ്പിൾ ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സിലിക്കൺ സാമ്പിൾ ഡോപ്ഡ് വിത്ത് 10⁻16 per cm³ ഡോണേഴ്സ് അറ്റ് 300 Kelvin ഈസ് ഒപ്റ്റിക്കലി എക്സൈറ്റഡ് സച്ച് ദാറ്റ് the optical generation rate തന്നിട്ടുണ്ട് 10⁻20 electron hole pair per cm³ second. Find the separation between quasi-Fermi levels and show the position of equilibrium and quasi-Fermi levels if tau p equal to tau n equal to 2 microsecond. Okay,
സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് EFN മൈനസ് EFP ആണ് മെയിൻ ആയിട്ടും. അത് എനർജി ബാൻഡ് ഡയഗ്രം ഒക്കെ വരച്ച് നമുക്ക് അതിൽ മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷനിൽ ആദ്യം ഞാൻ ഗിവൺ ഡാറ്റ എഴുതാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഒന്ന് ND തന്നിട്ടുണ്ട്, ഡോണർ കോൺസെൻട്രേഷൻ ND is equal to ഡോണർ കോൺസെൻട്രേഷൻ ND equal to 10⁻16 per centimeter cube. ND എന്ന് പറയുന്ന ഡോണർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 10⁻16 per centimeter cube ആണ്. ആൻഡ് ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് തന്നെയാണ് N0 ആണ്. ആൻഡ് മെറ്റീരിയൽ എന്താണ്? സിലിക്കൺ ആണ്. സോ ഫോർ സിലിക്കൺ ദ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ Ni is equal to at room temperature it is 1.5 into 10⁻10 per centimeter cube എന്നുള്ള ഡാറ്റ നമുക്കറിയാം Ni എന്നുള്ള കേസിൽ. സോ ബൈ ലോ ഓഫ് മാസ് ആക്ഷൻ N0 into P0 is equal to Ni square. So by mass action N0 into P0 is equal to Ni square. അപ്പോൾ നമുക്ക് അറിയാത്ത ഡാറ്റ ഏതാണ്? P0 ആണ്. ഫ്രം ദിസ് P0 is equal to Ni square by N0. Ni square by N0. So Ni square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 into 10⁻10 square by N0 10⁻16. അപ്പൊ എന്ത് വരും? 2.25 into 10⁻20 താഴെ ഒരു 10⁻16 ആണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10⁻4 വരും പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് ആൻസർ കിട്ടും. സോ നമുക്ക് ഏതിന്റെ വാല്യൂ കിട്ടി? P0ന്റെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിന്ന് N0 കിട്ടി, N0ന്റെ വാല്യൂ ക്വസ്റ്റ്യനിന്ന് കിട്ടി. Ni നമ്മൾ ഇൻട്രിൻസിക് മെറ്റീരിയൽ സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിന്റെ വാല്യൂ എടുത്തു. P0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായല്ലോ. ഇനി ഒപ്റ്റിക്കൽ ജനറേഷൻ റേറ്റ് GOP തന്നിട്ടുണ്ട്. സോ GOP ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20. GOPയുടെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 10⁻20. ഓക്കെ, സോ 10⁻20 ഇലക്ട്രോൺ ഹോൾ പെയർ പെർ സെന്റിമീറ്റർ ക്യൂബ് സെക്കൻഡ് എന്നുള്ള പറഞ്ഞിട്ട് ആ ജനറേഷൻ റേറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലൈഫ് ടൈം, അതായത് ടോയൻ ടോപ്പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2 മൈക്രോ സെക്കൻഡ് ആണ്. ടോയൻ ടോപ്പിയുടെ വാല്യൂ ടോയൻ is equal to ടോപ്പി is equal to 2 മൈക്രോ സെക്കൻഡ്. സോ 2 into 10⁻6 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ എക്സൈറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എക്സസ് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യും. സോ എക്സസ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും, എക്സസ് ഹോൾസ് ജനറേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് എക്സസ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ജനറേറ്റഡ് ആസ് പെയേഴ്സ്. ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡോ N is equal to ഡോ P. എക്സസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ is equal to എക്സസ് ഹോൾ കോൺസെൻട്രേഷൻ. ദാറ്റ് is equal to ജനറേഷൻ റേറ്റും ടൈമും തന്നുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് വരും? 10⁻20 into 10⁻20 into 2 into 10⁻6. So 2 into 10⁻6 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സോ 2 into 10⁻14 വരും. 2 into 10⁻14 2 into 10⁻14 പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സസ് കോൺസെൻട്രേഷൻ കിട്ടും. എക്സസ് കോൺസെൻട്രേഷന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആയി, എക്സസ് കോൺസെൻട്രേഷൻ ആയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ N എന്തായിരിക്കും? ടോട്ടൽ കോൺസെൻട്രേഷൻ N is equal to N0 plus delta N ആണ്. ടോട്ടൽ ഹോൾ കോൺസെൻട്രേഷൻ is equal to ഇക്വിലിബ്രിയം. ടോട്ടൽ ഹോൾ കോൺസെൻട്രേഷൻ is equal to ഇക്വിലിബ്രിയം ഹോൾ കോൺസെൻട്രേഷൻ പ്ലസ് എക്സസ് ഹോൾ കോൺസെൻട്രേഷൻ ആണ്. ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ N is equal to N0 plus delta N ആണ്. N0 10⁻16 ആണ്. പ്ലസ് ഡെൽറ്റ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 10⁻14 ആണ്. സോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് N. Nന്റെ വാല്യൂ എത്ര കിട്ടും? 1.02 into 10⁻16 ആണ്. 16 per centimeter cube എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ P is equal to P0 plus delta P ആണ്. സോ P is equal to P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.25 into 10⁻4 പ്ലസ് del P, അതായത് എക്സസ് കോൺസെൻട്രേഷൻ. ദാറ്റ് is equal to 2 into 10⁻14 2 into 10⁻14 that is equal to 2 into 10⁻14 ചെയ്ത് കഴിഞ്ഞാൽ
ആൻസർ എന്ത് തന്നെ കിട്ടും? അപ്രോക്സിമേറ്റ്ലി 2 × 10⁻14 പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായല്ലോ. ഇനി നമ്മളെടുത്ത് നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സ് അല്ലെങ്കിൽ ഇതിന്റെ അനാലിസിസിൽ നമ്മൾ പഠിച്ച 1-2 ഫോർമുലാസ് ഉണ്ട്. അതായത് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻസ് എഴുതാം. സോ n is equal to ni into e raised to EFN minus EI by KT. ഓക്കെ, സോ ഇതിന്ന് EFN മൈനസ് EFI എന്ത് കിട്ടും? ഫ്രം ദിസ് EFN മൈനസ് EFI is equal to EFN minus EFI is equal to KT ln n by ni. KT ln n by ni. ഓക്കെ, സോ കെയുടെ വാല്യൂ, ടിയുടെ വാല്യൂ, ടി എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ ആണ്, കെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, ടി എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ 300 Kelvin. ദെൻ ln n by ni, എന്നിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, niയുടെ വാല്യൂ ഉണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. കിട്ടുന്ന ആൻസർ 0.3473 അത്രയും ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് എന്ന് ആൻസർ കിട്ടും. സിമിലർലി ഇപ്പോൾ നമ്മൾ n എഴുതി, അതുപോലെ P is equal to ni into, in terms of intrinsic concentration, P is equal to ni into e raised to, in bracket, EI minus EFP by KT. EI minus EFP by KT. P is equal to ni into e raised to EI minus EFP by KT എന്ന് വരും. സോ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ EI minus EFP എന്ന് പറയുന്നത്, സോ ഫ്രം ദിസ് EI minus EFP എന്ന് പറയുന്നത്, സോ യു വിൽ ഗെറ്റ് KT ln, സോ ദിസ് വിൽ ബിക്കം KT ln P by ni ആണ്. P by ni. അപ്പൊ KT ln P by ni. പിയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്, niയുടെ വാല്യൂ നമുക്ക് അറിയാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.246 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 0.246 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് EFN മൈനസ് EFP ആണ് വേണ്ടത്. സോ EFN മൈനസ് EFP കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. EFN മൈനസ് EI എന്ന് കൊടുത്താൽ മതി ഇവിടെ നൊട്ടേഷൻ. EI ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ EI get cancelled. സോ എന്ത് കിട്ടും? EFN മൈനസ് EFP. EFN മൈനസ് EFP is equal to, രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ LHSൽ EFN മൈനസ് EFP is equal to, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.593 ഇലക്ട്രോൺ വോൾട്ട് എന്ന് ആൻസർ കിട്ടും. അതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള വാല്യൂ. EFN മൈനസ് EFP is equal to 0.593 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇനി നമുക്കിതൊരു എനർജി ബാൻഡ് ഡയഗ്രം ആയിട്ടും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഈ വാല്യൂസ് നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രത്തിൽ കാണിക്കണം. സോ നമുക്ക് ഈ വാല്യൂസ് എനർജി ബാൻഡ് ഡയഗ്രത്തിൽ കാണിക്കാം. സോ ഞാനിവിടെ എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കാം. സോ എനർജി ബാൻഡ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കേസാണ്. വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ വാലൻസ് എനർജി ലെവൽ, കണ്ടക്ഷൻ എനർജി ലെവൽ, ഫെർമി ലെവൽ എല്ലാം മാർക്ക് ചെയ്യണം. ഓക്കെ, EV ഞാൻ ആദ്യം മാർക്ക് ചെയ്യാണ്. ദാറ്റ് ഈസ് വാലൻസ് ബാൻഡ് എനർജി ലെവൽ. EV മാർക്ക് ചെയ്യാണ്. EVക്ക് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ ഫെർമി ലെവൽ. ഏതിൻ്റെ? പി ടൈപ്പിന്റെ കേസിലുള്ള ഫെർമി ലെവൽ വരുന്നത്. സോ അതിന് തൊട്ട് മുകളിലായിട്ട് ഫെർമി ലെവൽ ഇൻ കേസ് ഓഫ് പി ടൈപ്പ്, ദാറ്റ് ഈസ് EFP. ഓക്കെ, ദെൻ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് ഏറ്റവും ടോപ്പിൽ. കണ്ടക്ഷൻ ബാൻഡ് EC കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ്
ഫെർമി ലെവൽ ഇൻ കേസ് ഓഫ് എൻ ടൈപ്പ് വരുന്നത് ദാറ്റ് ഈസ് EF n എന്ന് പറയുന്നത്. സോ തൊട്ട് താഴെയാണ് ഫെർമി ലെവൽ ഇൻ കേസ് ഓഫ് എൻ ടൈപ്പ് വരുന്നത് EFn. ഇനി രണ്ടിന്റെയും നടുവിലാണ് എക്സാക്ട് സെന്ററിലാണ് എന്ത് പറയുന്നത് ഇൻട്രിൻസിക് ഫെർമി ലെവൽ വരുന്നത്. ഇൻട്രിൻസിക് ഫെർമി ലെവൽ ഇതിന്റെ എക്സാക്ട് സെന്ററിലാണ് വരുന്നത്. ഇനി നമുക്ക് കിട്ടിയ ഡിഫറെന്റ് വാല്യൂസ് മാർക്ക് ചെയ്യാം. അതിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EFn മൈനസ് EI. EFn മൈനസ് EI എത്ര? 0.3473 ആണ്. EFn മൈനസ് EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻസ് എത്രയാണ്? 0.3473 ഇലക്ട്രോൺ വോൾട്ട്. 0.3473 ഇലക്ട്രോൺ വോൾട്ട്. ഇനി EI മൈനസ് EFP. EI മൈനസ് EFP എത്രയാണ്? EI മൈനസ് EFP 0.246. EI മൈനസ് EFP. EI മൈനസ് EFP. EI മൈനസ് EFP ഈ ഒരു ഡിഫറൻസ് എത്രയാണ്? 0.246 ഇലക്ട്രോൺ വോൾട്ട്. 0.246 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇനി അടുത്ത വാല്യൂ എന്താണ്? EFn-ഉം EFP-യും തമ്മിലുള്ള വ്യത്യാസം 0.593 ഇലക്ട്രോൺ വോൾട്ട്. EFn-ഉം EFP-യും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തത് ഈ ഒരു ഡിഫറൻസ്. EFn-ഉം EFP-യും തമ്മിലുള്ള വ്യത്യാസം 0.593 ഇലക്ട്രോൺ വോൾട്ട്. 0.593 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം മാർക്ക് ചെയ്തു. വാലൻസ് ബാൻഡ് ലെവൽ, എനർജി ലെവൽ, EV, കണ്ടക്ഷൻ ബാൻഡ് ലെവല്, ഫെർമി ലെവൽ ഇൻ കേസ് ഓഫ് എൻ ടൈപ്പ്, ഫെർമി ലെവൽ ഇൻ കേസ് ഓഫ് പി ടൈപ്പ്, ഇൻട്രിൻസിക് നേരെ നടുവിൽ മാർക്ക് ചെയ്തു. നമുക്ക് കിട്ടിയ 3 വാല്യൂസും നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തു. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ ചെയ്യാം, എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, സോ ഇതോടുകൂടി ഈ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയി. സോ നമ്മൾ മൊഡ്യൂൾ 1 എന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത സെഷനിൽ മൊഡ്യൂൾ 2 ആയിട്ട് കാണാം. ടിൽ ദെൻ, താങ്ക് യു.